ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടാക്കുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെയധികം ഗുണങ്ങളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വെയിറ്റ് ലോസിന് സഹായിക്കാം. കുട്ടികൾക്കാണെങ്കിൽ എല്ലാ മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. സോ ഞാൻ 6 മണിയാകുമ്പോഴേക്കും ജോലിക്ക് പോകും. അപ്പോൾ ചില സമയത്ത് സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ കുറച്ച് മടിയൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഇതേപോലുള്ള സ്മൂത്തി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കൊരു റോബസ്റ്റ പഴമാണ്. ഏതൊരു സമയത്തും ഏത് കാലത്തും എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് റോബസ്റ്റ. ഇവിടെ UAE ഫിലിപ്പൈനി പഴം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട്, ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടാഷ്യം റിച്ച് ആണ് ഇതിൻ്റെ അകത്ത്. സോ എനർജി ലെവൽ എപ്പോഴും വെരി ഹൈ ആയിട്ട് തന്നെ നിർത്തും. അതുപോലെ തന്നെ ക്രേവിങ്സ് കുറയ്ക്കും. നമുക്കെല്ലാം മീറ്റും ഐസ്ക്രീമും ഒക്കെ കഴിക്കണം എന്നുള്ള ആ ഒരു വിശക്കയില്ല, ക്രേവിങ്സും കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് നല്ല പോലെ ഉണ്ട്, അതുകൊണ്ടിട്ട് സ്കിന്ന് നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ്, പോഷകങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഡേറ്റ്സ്. സോ അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുവൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള ഫാമിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്ന നല്ല ഡേറ്റ്സ് തന്നെ എടുക്കുക. പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള പഴകിയ ഡേറ്റ്സ് ഒന്നും എടുക്കരുത്, സ്മൂത്തിക്ക് ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്നതായതുകൊണ്ടിട്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർക്കുന്നത്. ഇനി കുറച്ച് കട്ടിയുള്ള ഡേറ്റ്സ് ആണെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവനിലേക്ക് കുറച്ച് വെള്ളത്തിൽ ഒരു ബൗളിൽ ഈ ഡേറ്റ്സ് ഇട്ടിട്ട് ഒരു 40 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. സോ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ്സ് ഇട്ട് കൊടുത്തു. ഇനി ആ ലെവലിൽ മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന മിൽക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് കുടിക്കാൻ പറ്റുന്ന നല്ല തിക്കായിട്ടുള്ള ഫുൾ ഫാറ്റ് ആയിട്ടുള്ള മിൽക്കാണ്. സോ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തു, നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തു. നാട്ടിലൊക്കെ ആണെങ്കിൽ തിളപ്പിച്ച പാലാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ എടുക്കാം. പക്ഷെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്തായാലും. ഇനി ഇത് കുറച്ചും കൂടി മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഒരു 3 ഗ്ലാസ് വേണം എനിക്കും ഹസ്ബൻഡിനും പിന്നെ ഇന്നൂസിനും. അപ്പം ഇന്നൂസിനും ഞാനിത് രാവിലെ കൊടുക്കാറുണ്ട്. സോ വെറുതെ പാല് കൊടുക്കുന്നതിലും എന്തായാലും നല്ലതാണിത്. ഇതാകുമ്പോൾ എല്ലാത്തരം മിനറൽസും പ്രോട്ടീൻസും ഒക്കെ കിട്ടും, പൊട്ടാഷ്യം ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുട്ടികൾക്ക് രാവിലെ തന്നെ ഈ ഇഡലിയും അപ്പമൊക്കെ കഴിക്കാനായിട്ട് മടി ഉണ്ടാവും. അപ്പോൾ അവർ എണീറ്റ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു മിൽക്കിന് പകരം ഇത് കൊടുക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നല്ല ഉന്മേഷത്തോടെ തന്നെ ഇരിക്കാൻ പറ്റും. നമുക്കാണെങ്കിലും ഇത് കുടിക്കുന്ന വഴി നമുക്ക് വിശപ്പൊന്നും ഫീൽ ചെയ്യില്ല, നല്ല എനർജറ്റിക് ആയിട്ട് ദിവസം മുഴുവൻ നിൽക്കാനായിട്ട് പറ്റും. സോ അവൾക്കുള്ള ജ്യൂസും കൂടി ഇതേപോലെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബോട്ടിലാണ് ഇപ്പോഴും കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മധുരം ഒന്നും ചേർക്കാത്തത് കൊണ്ടിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മാത്രമല്ല വെയിറ്റ് ലോസിന് ഇത് സഹായിക്കുകയും ചെയ്യും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കാരണം നമ്മൾ ഇപ്പം ഇഡലിയോ ദോശയോ അരി ആഹാരങ്ങളോ ഒന്നും എടുക്കുന്നില്ല, അതിന് പകരം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് എടുക്കുന്നത്. സോ ഇത് കുടിക്കുന്ന വഴി നമുക്ക് വെയിറ്റ് ലോസും നല്ലതാണ്. കുട്ടികൾക്ക് എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ഒന്നും ആവില്ല കേട്ടോ, അവർക്ക് നല്ല മിനറൽസ് എല്ലാം കിട്ടും. സോ അവർക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫാമിലിയിൽ അംഗമാവാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care. Bye bye friends.